2025 കേരള അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റുകളും അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ചില അലോട്ട്മെന്റ് സ്ട്രാറ്റജികൾ, ചില ഇൻഫർമേഷനുകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടാവുക. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കിപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തത് കേരള റാങ്കിന് വേണ്ടിയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം, അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ഓരോരുത്തർക്കും കിട്ടിയ സ്കോർ കീമിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കീമിന്റെ സ്റ്റേറ്റ് വൈസ് അലോട്ട്മെന്റ് തുടങ്ങുന്ന ഡേറ്റും ഏകദേശം MCC നമ്മൾ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ നമുക്ക് കടന്നുകൊണ്ട് ഡയറക്ട്ലി ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് കിടക്കാം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഡേറ്റ് ജൂലൈ 21 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയിലാണ്. ഞായർ ഒരു ദിവസം, പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഓൾ ഇന്ത്യ റൗണ്ട് 1ന്റെ സ്റ്റാർട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് 1 21 തീയതി നമുക്ക് തുടക്കത്തിൽ ആരംഭിക്കുന്നത് രജിസ്ട്രേഷനാണ്. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ, നമ്മൾ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അതേ ദിവസം രാത്രി 11:59 വരെയുള്ള സമയത്ത് നമുക്ക് കേരളന്റെ സ്കോർ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേ ദിവസത്തിൽ തന്നെ ഈ 21 തീയതി തന്നെ 22 തീയതി തന്നെ ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻ കൊടുക്കുന്നതാണോ ഇതിനകത്ത് ഏറ്റവും വൃത്തിയുള്ള കാര്യം എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള റാങ്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തീയതിയാണ്. കേരള റാങ്ക്, അതായത് നമ്മൾ ഈ വർഷത്തെ കേരള റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യലി ആയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡോപ്പയിൽ 6ാം റാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ 7ാം റാങ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഒരു പൊതുവിൽ കിട്ടിയിട്ടുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കേരള റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ 21 തീയതി നമ്മൾ മാർക്കുകൾ കൊടുക്കുകയാണെങ്കിൽ പ്രോബബ്ലി അവർ 22 തീയതി പ്രോസസ്സിംഗ് ഡേ ആയിട്ട്, അല്ലെങ്കിൽ 23 തീയതി കൂടി പ്രോസസ്സിംഗ് ഡേ ആയിട്ട് എടുക്കും. കഴിയുമെങ്കിൽ, ചിലപ്പോൾ സാധിക്കുമെങ്കിൽ 23 തീയതി ഈവനിങ്ങിൽ കേരള റാങ്ക് ലിസ്റ്റ് വരും, അല്ലെങ്കിൽ 24 തീയതി വരും. ഇനി നമുക്ക് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 25 തീയതി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ 23 24 ആയിട്ട് കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. 2-3 കാരണങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാരണം, കഴിഞ്ഞ വർഷങ്ങളിൽ വരെ, ഇപ്പോൾ 2020 ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഓൾ ഇന്ത്യ റാങ്കും കേരള റാങ്കും തമ്മിലുള്ള ഒരു അനുപാതം 10% ആയിരുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ഏകദേശം 10,000 റാങ്ക് കിട്ടിയ കുട്ടിക്ക് കേരള കോട്ടയിൽ 1000 റാങ്ക് ആയിരിക്കും, കേരളത്തിലുള്ള റാങ്ക് 1000 ആയിരിക്കും. അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലെ റാങ്ക് 5000 ഉള്ള കുട്ടിക്ക് കേരളത്തിൽ 500 ആയിരിക്കും എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു 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 അനുമാനം ഉണ്ടായിരുന്നു. ഏകദേശം കറക്റ്റ് ആയിരുന്നു 10% എന്നുള്ള കാര്യം. പക്ഷേ ഇത്തവണ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും റിസൾട്ടുകൾ, പല ആളുകളുടെയും അനുമാനങ്ങൾ, ഗസ്സുകളൊക്കെ വഴിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഓൾ ഇന്ത്യ റാങ്ക് കേരള റാങ്ക് തമ്മിലുള്ള ബന്ധം ഒരു 6.5%, 7.5%, 8.5% ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രഡിക്ഷൻ വെച്ചിട്ട് കേരള ഓൾ ഇന്ത്യ റാങ്ക് 1000 ഉള്ള കുട്ടിക്ക് കേരള റാങ്ക് 100 എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുമായിരുന്നെങ്കിൽ, ഈ ടോപ്പ് ലെവലിൽ ഇത് ഏകദേശം ശരിയായിട്ട് ഇങ്ങനെ തന്നെ വരുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ടായിരുന്നെങ്കിൽ പുതിയൊരു റൂൾ വെച്ച് ഒരു 8.5% എന്നൊക്കെ ആണെങ്കിൽ ഇത് 85 എന്നുള്ള രൂപത്തിൽ കുറച്ച് നില മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഓൾ ഇന്ത്യ റാങ്ക് ഒരു നമ്മൾ പറയുകയാണ് ഒരു 10,000, ഓൾ ഇന്ത്യ റാങ്ക് ഒരു 10,000 ഉള്ള കുട്ടിക്ക് പണ്ട് നമുക്ക് കേരള റാങ്ക് 1000 പ്രതീക്ഷിക്കാമായിരുന്നെങ്കിൽ, ഇത്തവണ നമുക്കൊരു 850 750, ഇനി ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ 650 ഒക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഒരു ഫൈനൽ വശം നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കേരള റാങ്ക് പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുള്ള ഡേറ്റുകളാണ്. നമുക്കറിയാം 21 തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. 22 23 വരെ പ്രോസസ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ 23 തീയതിയോ 24 തീയതിയോ ആയിട്ട് കൃത്യമായിട്ട് തന്നെ അവർ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലാവുക? ഒന്ന്, ഈ പറയുന്ന പോലത്തെ അനുപാതത്തിൽ വ്യത്യാസമുണ്ടോ? കേരളത്തിലുള്ള കുട്ടികൾ ഓൾ ഇന്ത്യയിൽ ശരിക്കും കുറഞ്ഞിട്ടുണ്ടോ? എത്രയാണ് റാങ്ക് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. അതോ കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള പോലെ തന്നെ ഒരു 10% റേഷ്യോയിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇതിൽ എസ്പെഷ്യലി ബ്രിമ്മിൽ നിൽക്കുന്ന കുട്ടികൾ, കുറച്ചും കൂടി ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുടെ അലോട്ട്മെന്റ് സാധ്യതകൾ അതനുസരിച്ചിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് ഈ കേരള റാങ്ക് ലിസ്റ്റ് വന്നതിന്. അപ്പോൾ എങ്ങനെയാണ് ബ്രിമ്മിലുള്ള കുട്ടികളുടെ അലോട്ട്മെന്റ് സാധ്യതകൾ മാറുക എന്നുള്ളൊരു കാര്യം നമുക്ക്
ഒന്നോ രണ്ടോ കാറ്റഗറിയുടെ എക്സാമ്പിളുകളോടുകൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, വിശദീകരിച്ച് മുന്നോട്ട് നോക്കാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കേരളത്തിൽ വളരെ സേഫായിട്ട് കേരളത്തിൽ സീറ്റ് കിട്ടും എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത് 850 റാങ്ക് അല്ലെങ്കിൽ ഒരു 900ാമത്തെ റാങ്ക് വരെയൊക്കെയുള്ള ഒരു സംസ്ഥാനം. ഇത് ഏകദേശം ധാരണ മാത്രമേ ഉള്ളൂ. ഓരോ വർഷം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 850 900 വരെയുള്ള ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽ കേരളത്തിൽ സീറ്റ് കിട്ടും എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ധാരണ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 8500 വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 9000 വരെയുള്ള കുട്ടികളാണ് ഈ പറയുന്ന 850 അല്ലെങ്കിൽ 900 എന്നുള്ള ഒരു രൂപത്തിൽ വന്നിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ഒരു റാങ്ക് മെച്ചപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 10,000 ഉള്ള കുട്ടിക്കൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ 850ലേക്ക് വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10,500 ഉള്ള കുട്ടിക്കൊക്കെ, ഓൾ ഇന്ത്യ റാങ്ക് 10,500 ഉള്ള കുട്ടിക്ക് ഈ 850ലേക്കോ 900ലേക്കോ വന്നേക്കാം. ആ കുട്ടിക്കും കേരളത്തിൽ ഒരു ഈക്വൽ ചാൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ അതിന് മുന്നേ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം, ഓൾ ഇന്ത്യ റാങ്ക് ഇപ്പോൾ ലെസ് ദാൻ 8,000, ഈ 8500-നൊക്കെ താഴെയാണ് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കേരളത്തിൽ എന്തായാലും ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുട്ടി ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു അൽഗോരിതം, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് കേരളത്തിലാണ് പഠിക്കണമോ വേണ്ടയോ അത് ആദ്യം തീരുമാനിക്കാം കേട്ടോ. എല്ലാവരും കേരളത്തിൽ തന്നെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ടോപ്പേഴ്സിൽ തന്നെ പല ആളുകളും ഓൾ ഇന്ത്യയിലുള്ള കോളേജുകളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ, എഫ്എംസി പോലെയുള്ള കേരളത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സാധനങ്ങളൊക്കെ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കേരളത്തിലുള്ള മറ്റൊരു കുട്ടിക്കുള്ള ഒരു അവസരമാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ മോർ ഓവർ ഇതൊരു വ്യക്തിഗതമായിട്ടുള്ള തീരുമാനമാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ റാങ്ക് ബെറ്റർ ആയിട്ട് കിട്ടിയ ആൾക്കാരുടെ വ്യക്തിഗതമായിട്ടുള്ള തീരുമാനമാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ലതാണ്, വളരെ നല്ലതാണ് എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സജഷനിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. അതിനകത്ത് ഒരു അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുക, കേരള വേണോ വേണ്ടയോ എന്നുണ്ടെങ്കിൽ കേരള കിട്ടും, യെസ് എന്നുള്ള ഒരു ധാരണ വരുന്ന ഒരു സാധനം. ഓരോ കാറ്റഗറിക്കും വ്യത്യാസമാണ്. ഇപ്പോൾ ജനറലി ഞാൻ പറഞ്ഞു 850 അല്ലെങ്കിൽ 900 ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ OBC റാങ്കിൽ വരുന്നത് ഒരു 1200 മുതൽ ഒരു 1250 വരെയുള്ള റാങ്കുകൾ, അല്ലെങ്കിൽ 1300 വരെയുള്ള റാങ്കുകൾക്കൊക്കെയാണ് OBCക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും കേരള റാങ്ക് ഒരു 1300-ന്റെ ഉള്ളിൽ 1250 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും OBCക്കാരന് കേരള കിട്ടും എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേരള കിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഓരോ കാറ്റഗറിക്കും ഡിഫറൻ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നേയുള്ള ലൈവ് സെഷനുകളിലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ലാസ്റ്റ് റാങ്ക് പരിധികളുടെ ഉള്ളിലാണോ എന്നുള്ളവരും. ഇപ്പോൾ കേരള കിട്ടുന്ന ഒരാളാണെങ്കിൽ, അപ്പോൾ ഇത് എപ്പോൾ മനസ്സിലാവും? ഇത് മനസ്സിലാവുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുന്ന ദിവസത്തിലാണ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന ദിവസത്തിലാണ്. എന്നാൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക, നമ്മൾ പറഞ്ഞു 21-ാം തീയതി കഴിഞ്ഞാൽ 22, 23 ഒക്കെ ഒരു പ്രോസസ്സിംഗ് ഡേ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 23-ാം തീയതി വൈകിട്ടത്തേക്ക് 24-ാം തീയതിയിലേക്ക്, ഒരു പക്ഷേ 25-ാം തീയതിയിലേക്കായിട്ട് കേരള റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിലുള്ള സാധ്യതകൾ കിട്ടുമോ അതോ കിട്ടാതിരിക്കാനാണോ സാധ്യത എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് കേരളത്തിലാണ് പഠിക്കേണ്ടത്, മറ്റ് വേറൊരു സ്ഥലങ്ങളിൽ ഇപ്പോൾ കോട്ടയമോ ആലപ്പുഴയോ അല്ലെങ്കിൽ കണ്ണൂരോ എറണാകുളമോ ഒക്കെ ചൂസ് ചെയ്യാനാണ് ആ കുട്ടിയുടെ താല്പര്യമെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ആ കുട്ടി ഓൾ ഇന്ത്യ റൗണ്ട് 1, ഓൾ ഇന്ത്യ റൗണ്ട് 2, ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പങ്കെടുക്കുന്നതാണ് നല്ലത്. ഞാൻ പറയാം, അത് ഓൾ ഇന്ത്യയിൽ പങ്കെടുത്തില്ലെങ്കിൽ കേരളത്തിൽ സീറ്റ് കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ബെറ്റർ നമ്മളൊരു അലോട്ട്മെന്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റൗണ്ട് 1, ഓൾ ഇന്ത്യ റൗണ്ട് 2, ഓൾ ഇന്ത്യ റൗണ്ട് 3യിൽ ഈ കുട്ടിക്ക് കേരള കോളേജസ് ഓൺലി വെച്ചാൽ മതി. കേരള കോളേജസ് ഓൺലി ഓപ്ഷൻ വെച്ചാൽ മതി. ഓൺലി ഇത് മാത്രം, കേരള കോളേജസ് മാത്രം ഓപ്ഷൻ വെച്ചാൽ മതി ഈ കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മളൊരു ഫൈനൽ വെർഡിക്റ്റിൽ നമുക്ക് അറിയണമെന്നെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും ഓപ്ഷൻ രജിസ്ട്രേഷൻ 22-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ 22-ാം തീയതി തന്നെ പോയിട്ട് നമ്മൾ ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻ വെക്കണോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതാണ് അല്ലേ, നമുക്കറിയാം. ഇനിയിപ്പോൾ പോട്ടെ, ഒരു 25,000 റാങ്കുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് അറിയാം കേരളത്തിൽ കിട്ടാൻ നന്നേ സാധ്യതയില്ല, തീരെ സാധ്യതയില്ലാത്തതാണ്. ആ കുട്ടിക്ക് വേണമെങ്കിൽ 22-ാം തീയതി തന്നെ ഓപ്ഷൻ വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൻ്റെയൊക്കെ ബോർഡറിൽ ബ്രിമ്മിൽ നിൽക്കുന്ന കുട്ടികൾ യു ഹാവ് ടു വെയിറ്റ് ടിൽ കേരള റാങ്ക് എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നോക്കി കേരള റാങ്ക് വരുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല. ഓൾ ഇന്ത്യയിലാണ് നോക്കേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൾ ഇന്ത്യ റൗണ്ട് 1, ഓൾ ഇന്ത്യ റൗണ്ട് 2, ഓൾ ഇന്ത്യ റൗണ്ട് 3 ഈ സാധനങ്ങളിലെല്ലാം വി ഹൗ ടു അപ്ലൈ ദ അതർ സ്റ്റേറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. ഇതിലും വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. ഒരു സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് നമുക്കൊരു കുട്ടിക്ക് തമിഴ്നാട് വേണം, തമിഴ്നാട് തന്നെ കിട്ടണം എന്നുള്ള ഒരു ഉറപ്പ് വേണമെന്ന് വിചാരിക്കുക. വേറൊരു കുട്ടിക്ക് ചിലപ്പോൾ കർണാടക മതി, വേറൊരു കുട്ടിക്ക് തെലങ്കാന മതി, വേറൊരു കുട്ടിക്ക് ആന്ധ്രാപ്രദേശ് മതി. ഇങ്ങനെ ഏതെങ്കിലും ഒരു
പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടണം വേണ്ടിയിട്ട് വൺ സ്റ്റേറ്റ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാത്രം കൊടുക്കണ കിട്ടും എന്ന് നമുക്ക് ഉറപ്പുള്ള റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 18,000 വരെയുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങളുടെ റാങ്ക് 18,000ത്തിൻ്റെയൊക്കെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്റ്റേറ്റ് കൂടി അധികം കൊടുക്കുക. കേരളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കൂടി അധികം കൊടുത്താലും മതിയാവും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് നമ്മൾ തരുന്ന സാധനം ഉണ്ടാവുക. കാരണം 18,000 വരെയുള്ള റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് വെച്ചാൽ തമിഴ്നാട് തന്നെ കിട്ടാനുള്ള സാധ്യത, കർണാടക വെച്ചാൽ കർണാടക തന്നെ കിട്ടും, ആന്ധ്ര വെച്ചാൽ ആന്ധ്ര തന്നെ, തെലങ്കാന വെച്ചാൽ തെലങ്കാന തന്നെ. നമ്മുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ റാങ്ക് ഒരു 15,000 ആണ്. അപ്പോൾ ആ കുട്ടിക്ക് നമുക്കറിയാം മേ ബി 15,000 ഉള്ള കുട്ടി ചിലപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1,200-നുള്ളിലോ 1,100-നുള്ളിലോ വന്നേക്കാം, വരാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 6.5% ഒക്കെ ആണെങ്കിൽ 1,100 വന്നേക്കാം 15,000 ഉള്ള കുട്ടിക്ക്. അപ്പോൾ 15,000 ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടിയൊക്കെ കേരള റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം. ഇനിയിപ്പോൾ റാങ്ക് വരുന്ന സമയത്ത് നമുക്കൊരു 1,400 ആണ് അല്ലെങ്കിൽ 1,500 ആണ് കേരള റാങ്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കേരളം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 1 നമ്മൾ എന്താ ചെയ്യേണ്ടത്, 18,000-ന്റെ ഉള്ളിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു സ്റ്റേറ്റും കൂടി അധികമായി കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കേരളം കൊടുക്കണം, പ്ലസ് അടുത്ത സ്റ്റേറ്റ് തമിഴ്നാടോ കർണാടകയോ തെലുങ്കാനയോ ആന്ധ്രാപ്രദേശോ കുട്ടിയുടെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്ത റാങ്കിന്റെ റേഞ്ച് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ഒരു 18,000 മുതൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 20,000 വരെയൊക്കെയുള്ള കുട്ടികൾക്ക്, ഒരു 2,000 വരെയുള്ള കുട്ടികൾക്ക്, ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് കേരളത്തിന് പുറമെ ഒരു 2 സ്റ്റേറ്റ് എങ്കിലും സെലക്ട് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുന്ന നേരത്ത് ഇപ്പോൾ ഒരു 20,000 റാങ്കുള്ള കുട്ടി തമിഴ്നാട് മാത്രം കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം തമിഴ്നാട് കിട്ടാൻ ഉള്ള ഒരു വൈബ് വരും. ലാസ്റ്റ് അലോട്ട്മെന്റിലേക്കൊക്കെ 21,000 വരെയൊക്കെ തമിഴ്നാട് കടന്നു പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെങ്കിലും അത് തമിഴ്നാട്ടിലുള്ള ന്യൂവർ കോളേജുകളാണ് എന്നുള്ളതൊക്കെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം തമിഴ്നാട്ടിലുള്ള ന്യൂവർ കോളേജ് വേണോ അതോ കർണാടകയിലോ തെലങ്കാനയിലോ ഒക്കെയുള്ള കുറച്ചും കൂടി ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോളേജ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ള രൂപത്തിൽ തീരുമാനിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയാം, ഒരു ഓൾ ഇന്ത്യ റാങ്ക് അപ് ടു 18,000 അല്ലെങ്കിൽ 20,000 വരെയുള്ള കുട്ടികൾ 2 സ്റ്റേറ്റ് വെക്കുക എന്നുള്ളതാണ്. ഇനി ഓൾ ഇന്ത്യ റാങ്ക് 20,000-ന് മുകളിലുള്ള കുട്ടികൾ, ഈ 20,000 ആൻഡ് മോർ ഉള്ള കുട്ടികളുണ്ട്, 21,000, 22,000, 24,000, 26, 27, 27 വരെയൊക്കെ കിട്ടാൻ സാധ്യതകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മൾ ഈ വർഷം 10% ഇൻക്രിമെന്റ്. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തേക്ക് അവർ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. ഇതുവരെ അവർ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ സീറ്റ് മെട്രിക്സ് ഒക്കെ വരുമ്പോൾ 26,000, 27,000 ഉള്ള കുട്ടികളൊക്കെ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഗീവ് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ഓൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോഴും നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാനപ്പെട്ട നൈബറിംഗ് സ്റ്റേറ്റുകളായിട്ടുള്ള ഈ 4 സ്റ്റേറ്റുകൾ തമിഴ്നാട്, കർണാടക, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുക. ഇത് 4 നിർബന്ധമായിട്ടും കൊടുക്കണം. നോർത്തിലേക്കുള്ള സ്റ്റേറ്റുകൾ, ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ മഹാരാഷ്ട്ര പോലെയുള്ള, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് അപ്രോച്ചബിൾ അല്ല. കാരണം നമ്മളെക്കാൾ ഹയർ കട്ട് ഓഫിലാണ് അത് ക്ലോസ് ആയി പോകുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വെക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. കേരളം കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ, ഇത് ഒരു വൺസ് റൗണ്ട് ഒരു പ്രാവശ്യം കൂടി പറയാണ്, കേരള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കേരള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. എപ്പോഴറിയാൻ വേണ്ടി പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേരള റാങ്ക് വന്നതിന് ശേഷം പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ഓൺ കേരള ഓൺലി മതിയാവും ആ കുട്ടികൾക്ക്, കേരളത്തിലാണ് പഠിക്കേണ്ടതെങ്കിൽ. ഇനി കേരള പോസിബിലിറ്റി ഉള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി ഔട്ട് ഓഫ് കേരള ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിലുള്ള മക്കൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം താല്പര്യമൊക്കെ ഉണ്ടോ, വ്യക്തിഗതമായിട്ടുള്ള തീരുമാനമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള നോക്കുക എന്നുള്ളതാണ്. ഇഫ് നോ കേരള പോസിബിലിറ്റി 18,000 വരെയുള്ള കുട്ടികൾക്ക്, അപ് ടു 18,000 വരെയുള്ള ആളുകൾ ഒരു സ്റ്റേറ്റുകൾ കൂടി എക്സ്ട്രാ കൊടുക്കുക. ഇനി 18,000 ടു 20,000 വരെയുള്ള കുട്ടികൾ, 18 ടു 20,000 വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 സ്റ്റേറ്റുകൾ കൊടുക്കുക. ആൻഡ് 20,000 മുകളിലേക്കുള്ള കുട്ടികൾ, 20,000 പ്ലസ് ഉള്ള കുട്ടികൾ ഓൾ സ്റ്റേറ്റ്സ് കൊടുക്കുക. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലുള്ള 4 സ്റ്റേറ്റുകൾ നിർബന്ധമായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഈ സൗത്ത് ഇന്ത്യൻ 4 സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റ് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കർണാടക സ്പെഷ്യൽ. കർണാടകയുടെ ഫീസ്, ഗവൺമെന്റിലുള്ള ഫീസ് 60,000 മുതൽ 60,000 മുതൽ 60K അല്ലെങ്കിൽ 70,000 വരെയൊക്കെ വരുന്നുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ അത് ഏകദേശം 12,000 രൂപ അല്ലെങ്കിൽ 16,000 രൂപ എന്നുള്ള നിരക്കിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇതൊക്കെ ലെസ് ദാൻ 20,000 ആണ്. ഇവിടെയൊക്കെ ഫീസ് വരുന്നുണ്ടാവുക 20,000 താഴെയാണ് ഫീസ് വരുന്നുണ്ടാവുമെങ്കിൽ, കർണാടകയിലെ ഫീസ് വരുന്നത് 70,000 രൂപയാണ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ തമിഴ്നാട്ടിൽ അടയ്ക്കാൻ വേണ്ടി പറ്റുന്ന 3 കൊല്ലത്തെ ഫീസായിരിക്കും കർണാടകയിൽ 1 കൊല്ലമായിട്ട് അടയ്ക്കേണ്ടി വരിക എന്നുള്ളൊരു കാര്യം നോക്കുക. അപ്പോൾ ഫീസിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ കർണാടകയ്ക്ക് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ കർണാടക കേരളത്തിന് വളരെ അടുത്തുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യങ്ങളും വളരെ നിർബന്ധമായിട്ടിരിക്കണം. സോ ഇതാണ് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളൊരു കാര്യം. നമ്മൾ താഴെ സ്റ്റോളിലൊക്കെ വരുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ആരായിരുന്നാലും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് 30-ാം തീയതിയോട് കൂടി ആരംഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കേരള അലോട്ട്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതിൻ്റെ പ്രിഫറൻസ് ഓർഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഡോപ്പയുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടാവും. നിങ്ങൾ പഠനം നടത്തിയതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കേരള റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മളുടെ പോസിബിലിറ്റീസ്, കേരളത്തിലുള്ള നമ്മളുടെ പോസിബിലിറ്റീസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ മിക്കവാറും ആളുകളൊക്കെ 21-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങി അപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് 22-ാം തീയതി തന്നെ ചോയ്സ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള തിടുക്കത്തിലായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്ര തിടുക്കപ്പെടേണ്ട എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, കേരള റാങ്ക് ലിസ്റ്റ് വന്നോട്ടെ എന്നുള്ളതാണ്. മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള അഡ്മിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഡോപ്പയിൽ വളരെ ചുരുങ്ങിയ സീറ്റുകൾ നമുക്ക് ബാക്കിയുണ്ടെന്നുള്ള കാര്യം പറയുകയാണ്. ബോയ്സ് റെസിഡൻഷ്യൽ ബാച്ചുകളിലേക്ക് 30 സീറ്റുകളാണ് ബാക്കി ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഗേൾസ് റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് 60 സീറ്റും, ഇനി റിപ്പീറ്റേഴ്സും മറ്റ് സാധാ റിപ്പീറ്റേഴ്സും ഉള്ള ഒരു ബാച്ചിലേക്ക് ഒരു 60 സീറ്റുകൾ അടക്കം ടോട്ടലി 150 സീറ്റുകളാണ് ഇന്നത്തെ വൈകുന്നേരത്തെ അപ്ഡേറ്റ് പ്രകാരം ബാക്കി ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചുകളിലെ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 450+ മാർക്കുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ബാച്ചിൽ തികച്ചും സൗജന്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ് പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്, അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ടും ലൈവ് സെഷനുകളായിട്ടും വെച്ച് തരുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ലൈവ് സെഷനിൽ, ഇപ്പോൾ നാളെ ഈവനിങ്ങിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെഷൻ വരുന്നുണ്ട്. ലൈവ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നേരിട്ട് തന്നെ സംസാരിക്കാൻ വിശദമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ തിടുക്കം കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് അലോട്ട്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, അലോട്ട്മെന്റിനെ സംബന്ധിച്ച് സത്യമായിട്ട് വരുന്ന ഒരു പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് അലോട്ട്മെന്റിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ഷമിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. 21-ാം തീയതി 22-ാം തീയതി ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കുമ്പോൾ ഓടിപ്പോയി തിടുക്കപ്പെട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, തിടുക്കപ്പെട്ട് ലോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് സമാധാനപ്പെട്ടിരിക്കുക. നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് വരട്ടെ, കേരളത്തിന്റെ സാധ്യതകൾ അറിയട്ടെ. അതിനൊക്കെ ശേഷം നമുക്ക് തീരുമാനങ്ങൾ വീണ്ടും മാറ്റാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഒരു 24-ാം തീയതി 25-ാം തീയതി 26-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും, നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് നടത്തിയാൽ മതിയാവും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ താഴെ കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.